ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു SITC വിക്ടേഴ്സ് അക്കാദമി. നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്സെറ്റും പവർ സെറ്റും. എന്താണ് സബ്സെറ്റ്, എന്താണ് പവർ സെറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് രണ്ട് സെറ്റ് പറയാണ്. സപ്പോസ് എ എന്ന് പറഞ്ഞൊരു സെറ്റ് 1 2 3 4. ഓക്കെ, ബി എന്ന് പറഞ്ഞ മറ്റൊരു സെറ്റ് 1 2. ഞാൻ പറയാണ് എ എന്ന് പറയുന്ന സെറ്റിന്റെ അകത്ത് ഉള്ളില് ബി എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്. നോക്കി, ബിയില് 1 ഇവിടെയുണ്ട്. ഓക്കെ, ബിയില് 2 ഇവിടെയുണ്ട്. ക്ലിയർ? അപ്പൊ ഞാൻ പറയാണ് എ എന്ന് പറയുന്ന ഒരു വലിയ ആള്, അതിന്റെ ചെറിയൊരാള്, അതിന്റെ കൂടെ ഉള്ള ഒരാള്, അല്ലെങ്കിൽ അതിലുള്ള ഒരാളാണ് ആര്? ഈ ബി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ബി ഈസ് ദ സബ്സെറ്റ് ഓഫ് എ. It is read as subset. Clear? അപ്പോൾ ഞാൻ പറയാണ് എയിൽ നിന്ന് എനിക്ക് ബി എഴുതാൻ പറ്റും. എയുടെ ഒരു ഭാഗമാണ് ആര്? ബി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എയുടെ സബ്സെറ്റ് ആവാൻ ചാൻസ് ഉള്ള ഒരെണ്ണം നിങ്ങൾക്ക് പറയാമോ? ഇതിൽ നോക്കിയിട്ട് പറയാൻ പറ്റും. സി സമം ഈ ബാക്കി നിൽക്കുന്ന ആളെടുക്കാം നമുക്ക് 3, 4. അങ്ങനെ നമ്മൾ എന്ത് പറയും? സി is the subset of A. ഓക്കെ, ഇത് രണ്ടും ഓരോ ചിഹ്നമായതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ വേണ്ട. ഡി എന്ന് പേര് കൊടുക്കുക. അപ്പൊ ഡി ഇസ് എ സബ്സെറ്റ് ഓഫ് എന്താണ്? എ. ഇനി ഞാൻ മറ്റൊരു സെറ്റ് എഴുതാണ്. ഇ എന്ന് പറയുന്ന ഒരു സെറ്റ് എഴുതിയാണ് 5,6. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇ ഇസ് എ സബ്സെറ്റ് ഓഫ് എ ആണോ? ഇ എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണോ? നോക്കൂ. അപ്പൊ നിങ്ങൾ എന്താ നോക്കേണ്ടത്? ഈ 5ഉം 6ഉം ഇവിടെ ഉണ്ടോ എന്ന് നോക്കണം. ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇ നോട്ട് ദ സബ്സെറ്റ് ഓഫ് എന്താണ്? എ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ എ മാത്രം തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് എയുടെ സബ്സെറ്റുകൾ എന്തൊക്കെയാണ് എയുടെ സബ്സെറ്റുകൾ. ഓക്കെ, അപ്പൊ ഞാൻ എങ്ങനെ എഴുതണം? എന്റെ റൂള് പറയുന്നത് എങ്ങനെയാണ്? നൾ സെറ്റ് എന്ന് പറയുന്നത് എല്ലാത്തിന്റെയും സബ്സെറ്റാണ്. നൾ സെറ്റ് എന്ന് പറയുന്നത് എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ്. എ അതായത് ആ സെറ്റ്, എ സെറ്റ് ഇറ്റ്സെൽഫ് ഇസ് എ സബ്സെറ്റ്. എന്താണ് സാർ പറഞ്ഞുതരാം. ഇതിനകത്ത് ഈച്ച് എലമെന്റ് ഇസ് എ സബ്സെറ്റ്. ഫോർ എക്സാമ്പിൾ ഞാൻ എഴുതുകയാണ് എഫ് സമം 2. എഫ് എന്ന് പറഞ്ഞാൽ ഈ 2 എന്ന് പറയുന്നത് ഇതിനകത്തുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ സബ്സെറ്റ് ആണ് ആര്? എഫ്. അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണം എഴുതാൻ പറ്റും നോക്കാം നമുക്ക്. അപ്പോ ഞാൻ സബ്സെറ്റുകളെല്ലാം എടുത്ത് എഴുതുകയാണ്. സബ്സെറ്റ്. ഓക്കെ, സബ്സെറ്റിൽ എഴുതുകയാണ്. ഒന്ന് ഒരു പേര് കൊടുക്കുകയാണ് B1. ഓരോരുത്തരായിട്ട് എഴുതാം. C2, D3, ABCDE4. അങ്ങനെ ഇതിൽ ഓരോ ആളുകളെയും എടുത്ത് എഴുതുന്നത് ഒരു സബ്സെറ്റ് ആണ്. എഫ് നൾ സെറ്റ്. അപ്പൊ അടുത്ത സബ്സെറ്റ് ഇപ്പൊ എത്ര സബ്സെറ്റ് ആയി? 5 എണ്ണമായി. ക്ലിയർ? ഇനി നമുക്ക് 2 പേരെ വെച്ച് എഴുതാം. ഓക്കെ, ജി സമം 1ഉം 2ഉം, എച്ച് എന്തൊക്കെ എഴുതാം? 1ഉം 2 എടുത്ത് 1ഉം 3 എടുക്കാം. ഓക്കെ, ഐ എന്തൊക്കെ? 1ഉം 4ഉം എടുക്കാം. ക്ലിയർ? മനസ്സിലായോ? ഇനി 2 3 2 4 3 3 3 3 4. അങ്ങനെ നമുക്ക് അങ്ങനെ എന്താണ് 2 എണ്ണം വെച്ചെടുക്കാം. സാർ എല്ലാം എഴുതുന്നില്ല. 3 എണ്ണം വെച്ചെടുക്കാനാണെങ്കിലോ ജെ 1 2 3. ഇനിയോ കെ സമം 2 3 4. കേട്ടോ? 4 എണ്ണം വെച്ചെടുക്കണമെങ്കിൽ ഇത് ഫുള്ള് എഴുതേണ്ടി വരും. അപ്പോൾ എ എന്ന് മാത്രം എഴുതാൻ പറ്റും. അപ്പൊ 2 കാര്യങ്ങൾ എപ്പോഴും ഉണ്ടാവും. ഒന്ന് നൾ സെറ്റ് എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ്. 4 എണ്ണം വെച്ചെടുക്കുമ്പോൾ ഇത് തന്നെ ആയില്ലേ ഉത്തരം. സോ അത് ഒരു സെറ്റ്, ആ സെറ്റിന്റെ തന്നെ എന്താണ്? സബ്സെറ്റ് ആണ്. ക്ലിയർ? ഓക്കെ, സോ എന്താണ് സബ്സെറ്റിന്റെ ഡെഫിനിഷൻ? Let A, B be two
sets such that every member of A is a member of B. Then A is a subset of B. എന്താണ് ഈ പറഞ്ഞ ഡെഫിനേഷൻ പറയുന്നത്? എയും ബിയും രണ്ട് സെറ്റ് ആണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ബി സമം 1 2 3, എ സമം 2. Consider two sets A and B such that every member of A, എയിലുള്ള എല്ലാവരും എവിടെ വേണം? is a member of B, ബിയിലുണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ A is a subset of B. അങ്ങനെ എന്ന് പറയുന്നത് എന്താ? A is a subset of B. A ബിയുടെ സബ്സെറ്റ് ആണ്. ഇപ്പൊ നിങ്ങളുടെ സ്കൂൾ എടുക്കുകയാണെങ്കിൽ സ്കൂളിൽ മൊത്തം സ്റ്റുഡൻസ് അതൊരു സെറ്റാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഓരോ ക്ലാസ് 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് അതൊക്കെ ഓരോ ക്ലാസ്സുകളിൽ നമുക്ക് ഒരു പേരിടുകയാണെങ്കിൽ അതൊക്കെ ആ മൊത്തം സ്കൂളിലെ കുട്ടികളുടെ സബ് സെറ്റുകളാണ്. ക്ലിയർ? അപ്പം എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഒരു സെറ്റിൽ 3 പേരുണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എത്ര സബ്സെറ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്? മാക്സിമം എത്ര സബ്സെറ്റ് നിങ്ങൾക്ക് എഴുതാനായിട്ട് കഴിയും? നമുക്ക് നോക്കാം. സപ്പോസ് എ സമം 1, 2. ഇതിന്റെ സബ്സെറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് എഴുതി നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ റൂൾ അനുസരിച്ചിട്ട് സബ്സെറ്റ് അതിനകത്ത് ഒരെണ്ണം സാർ എഴുതിയാണ് ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് എഴുതുന്നത് നൾ സെറ്റ്. എല്ലാ സെറ്റുകളുടെയും സബ്സെറ്റ് ആരാണ്? നൾ സെറ്റ് ഒരു സബ്സെറ്റ്. ഇനി ഞാൻ പറഞ്ഞു ഓരോരുത്തരായിട്ട് എഴുതണം. അപ്പൊ ഇങ്ങനെ എഴുതണേ. 1 ഒരു സബ്സെറ്റ്. ശ്രദ്ധിക്കണം, നിങ്ങൾ എഴുതിയതുണ്ടോ? 1 വേറൊരു ഇതാക്കി എഴുതി. 2 അതൊരു സബ്സെറ്റ്. കഴിഞ്ഞോ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 വെച്ച് എഴുതണം. 2 വെച്ച് എഴുതി ഇവിടെ 2 പേരല്ലേ ഉള്ളൂ. അപ്പൊ ഇത് തന്നെ വരും. സോ എ. സോ ദിസ് ഈസ് നോൺ ആസ് എന്താണ്? ഓൾ ദ സബ്സെറ്റ്. ഹൗ മെനി? എത്ര എണ്ണം വന്നു? 1 2 3 4. 4 എണ്ണം വന്നു. ഓക്കെ, എത്ര പേര് ഇതിനകത്തുണ്ടായിരുന്നു? നമ്പർ ഓഫ് എ എന്ന് പറയുന്നത് 2 എണ്ണം ഉണ്ടായിരുന്നു. സബ്സെറ്റോ? നമ്പർ ഓഫ് എന്താണ്? സബ്സെറ്റ് എത്ര എണ്ണം വന്നു? സബ്സെറ്റ് ഇസ് ഈക്വൽ ടു 4 എണ്ണം വന്നു. അതായത് ഈ 2ന്റെ സ്ക്വയർ. മനസ്സിലായോ? ക്ലിയർ? ഈ സ്ക്വയർ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണെന്നറിയോ? ഇവിടെ എത്ര എണ്ണം ഉണ്ട് അതാണ്. 1 2 പേര്. മനസ്സിലായോ? അപ്പൊ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ 2n ഇത്രയും എന്താണ് സബ്സെറ്റ് ഉണ്ടാവും. n is equal to number of members. ക്ലിയർ ആണോ? ഓക്കെ, യെസ്. ഇപ്പൊ മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 3 പേരുള്ളത് നോക്കാം. സപ്പോസ് എ സമം A, B, C. ഇതിന്റെ എല്ലാ സബ്സെറ്റുകളും എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റൂൾ അനുസരിച്ച് 2 എത്ര പേരുണ്ട് ഇവിടെ? 3 എന്ന് പറഞ്ഞാൽ 2 × 2 × 2 8 എണ്ണം വരണം. നമുക്ക് നോക്കാം 8 എണ്ണം വരണുണ്ടോ നോക്കാം. ഈക്വൽ ടു സെറ്റ് എ. ആദ്യം നൾ സെറ്റ് എഴുതുക. നൾ സെറ്റ് ഇതിന് ഓരോന്ന് എഴുതുക. A, B, C. ഓക്കെ, ഇനി 2 വെച്ച് എഴുതുക. A, B, B, C, A, C. എത്രണ്ണായി? 1 2 3 4 5 6 7 എണ്ണമായിട്ടുള്ളൂ. 8ാമത്തെ ആരായിരിക്കും? ഇത് തന്നെയായിരിക്കും. അത് ഒന്നില്ലെങ്കിൽ എനിക്ക് A, B, C അങ്ങനെ എഴുതാം. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ പേര് എഴുതാം, A. സോ 8 എണ്ണം വന്നുണ്ടോ? സോ ജനറലി വി ക്യാൻ സേ ദാറ്റ് 2n ഇത്ര എണ്ണം സബ്സെറ്റുകളാണ് എന്താണ് ഒരു സെറ്റിൽ ഉണ്ടാവുക. n മീൻസ് നമ്പർ ഓഫ് എന്താണ് മെമ്പേഴ്സ്. ആ സെറ്റിൽ എത്ര പേരുണ്ടോ അത്രയും ആൾക്കാരുടെ എണ്ണത്തിനെയാണ് നമ്മൾ n കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, A not the subset of B.
സോ നൊട്ടേഷൻ ഇതാണ്. ഇതിനെ വിളിക്കുന്നത് എന്താണ്? നോട്ട് എ സബ്സെറ്റ്. സബ്സെറ്റ് ആണെങ്കിൽ എന്താ പറയും? എ ഇസ് ദ സബ്സെറ്റ് ഓഫ് ബി. ഓക്കെ, അപ്പൊ ഈ ഒരു രണ്ട് നൊട്ടേഷൻ ഓർത്തിരിക്കുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ എ സമം ദ സെറ്റ് -1 2, 5 and b സമം ദ സെറ്റ് 3 -1 2 7 5. എന്റെ ചോദ്യം, എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി ഓർ നോട്ട്? ഇത് ഇങ്ങനെയാണോ എന്നാണ് എന്റെ ചോദ്യം. ഇസ് ട്രൂ? നോക്കാം. എങ്ങനെ നോക്കും? എയിലുള്ള എല്ലാവരും ബിയിൽ വേണം. -1 ബിയിലുണ്ട്, 2 ബിയിലുണ്ട്, 5 ബിയിലുണ്ട്. എയിലുള്ള എല്ലാവരും ബിയിൽ വേണം. സോ എ ഇസ് ദ സബ്സെറ്റ് ഓഫ് ബി. ഇനി തിരിച്ചാണോ? ബി ഇസ് ദ സബ്സെറ്റ് ഓഫ് എ. അതായത് ബി, എവറി എലമെന്റ് ഓഫ് ബി എവിടെ വേണം? കണ്ടെയ്നിങ് എ. ഉണ്ടോ നോക്കിയേ? 3 ഉണ്ടോ എയില്? ഇല്ല. 3 ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല. സോ ദിസ് ഈസ് നോട്ട് ദ സബ്സെറ്റ്. സോ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ചെല്ലുണ്ടാകും. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഒരു കോമൺ ആയിട്ടുള്ള സെറ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നാച്ചുറൽ നമ്പർ, ഹോൾ നമ്പർ നമുക്കറിയാം 0 1 2 3 ഇങ്ങനെ പോകുന്നതാണ് W. ഇതിനകത്ത് ഇവിടം മുതലുള്ളതാണ് N. അപ്പൊ നാച്ചുറൽ നമ്പർ ഇസ് ദ സബ്സെറ്റ് ഓഫ് എന്താണ്? W, ഹോൾ നമ്പർ. ക്ലിയർ ആണോ? ഇനി ഇന്റിജർ വരുമ്പോൾ നമുക്കറിയാം ഇപ്പുറത്തേക്ക് -1 -2 ഇങ്ങനെ പോകുന്നത് എല്ലാം ചേർന്നാണ് എന്ത്? ഇന്റിജർ. അപ്പോ ഹോൾ നമ്പർ ഈസ് ദ സബ്സെറ്റ് ഓഫ് എന്താണ്? ഇന്റിജർ. അങ്ങനെ മനസ്സിലാക്കാം. ഇനി നമുക്കറിയാം Q എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പർ. ഈ നമ്പറുകളെല്ലാം റാഷണൽ നമ്പർ ആണ്. അങ്ങനെ ബൈ ഇട്ട് എഴുതാൻ സാധിക്കും. അപ്പോൾ എല്ലാ ഇന്റിജേഴ്സും ഈസ് ദ സബ്സെറ്റ് ഓഫ് Q. കഴിഞ്ഞിട്ടില്ല, എല്ലാ നമ്പറും നമ്മൾ വിളിക്കുന്നത് റിയൽ നമ്പർ എന്നാണ്. സോ Q ഈസ് ദ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പർ R. സോ ഇതാണ് എൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണും. റിയൽ നമ്പറിന്റെ N എന്ന് പറഞ്ഞാൽ W സബ്സെറ്റ്, W Z സബ്സെറ്റ്, Z Q സബ്സെറ്റ്, Q എന്താണ്? റിയൽ നമ്പറിന്റെ സബ്സെറ്റ്. ഇതൊക്കെ എന്താണ് നമ്മൾ മുന്നേ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. W അതുപോലെ Q എന്തൊക്കെയാണ്. ഓക്കെ, ഞാനൊരു സെറ്റ് എഴുതാന്. A സമം ദ സെറ്റ് ഓഫ് E1 നാച്ചുറൽ number and B is a set of natural number. എന്റെ ചോദ്യം, is A is a subset of B? എയിൽ ആര് മാത്രമേ ഉള്ളൂ? ഇരട്ട സംഖ്യകൾ, എണ്ണുന്ന സംഖ്യകളിലെ ഇരട്ട സംഖ്യകൾ മാത്രമാണ് എയിലുള്ളൂ. ബിയിലാണെങ്കിലോ, ബിയിലെ എല്ലാ സംഖ്യകളും, എണ്ണുന്ന എല്ലാ സംഖ്യകളും, അതായത് 1 2 3 എന്ന് തുടങ്ങി അങ്ങനെയുള്ള എല്ലാ സംഖ്യകളും ഉണ്ട്. സോ ബിയുടെ സബ്സെറ്റ് ആണ് ആര്? എ. സപ്പോസ് എ എന്ന് പറഞ്ഞാൽ എങ്ങനെ പോകും? 2 4 6 8 ഇങ്ങനെ പോകുമ്പോൾ ബി എന്ന് പറയുന്ന ആൾ എങ്ങനെ പോകുന്നത്? 1 2 3 4 5 ഇങ്ങനെ പോകും. അതിന്റെ അർത്ഥം എയിലെ എല്ലാവരും ബിയിലുണ്ടാവും. സോ എ ഇസ് എ സബ്സെറ്റ് ഓഫ് എന്താണ്? ബി. ഐ തിങ്ക് നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. ഇനി രണ്ട് സെറ്റ് ഈക്വൽ ആണെന്ന് വിചാരിക്കും. 2 sets are equal. Suppose A സമം A, D, C, B സമം C, D, A. ഈ രണ്ടും സെയിം ആണ്. നമ്പർ ഓഫ് എലമെന്റ്സ് സെയിം ആണ്, അതിനകത്തുള്ള ആൾക്കാരും സെയിം ആണ്. ദാറ്റ് മീൻസ് A is equal to B. ഇങ്ങനെയാണെങ്കിൽ if 2 sets are equal, A സബ്സെറ്റ് ഓഫ് B, അതുപോലെ ബിയും എയുടെ സബ്സെറ്റ്, പരസ്പരം ഒരു സബ്സെറ്റ് ആയിരിക്കും. എയുടെ സബ്സെറ്റ് ബി ആണ്, ബിയുടെ സബ്സെറ്റ് എന്താണ്? എയും ആണ്. നോട്ട് ദ പോയിന്റ്. ഓക്കെ, അടുത്തത് രണ്ടാമത് നമ്മൾ പഠിച്ച ഒരു പോയിന്റ് എന്ന് പറയുന്നത് എ ഇറ്റ്സെൽഫ് എ സബ്സെറ്റ്. ഒരു സെറ്റ് അതിനോട് തന്നെ സബ്സെറ്റ് ആണ്. നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഓൾ സെറ്റ്.
നൾ സെറ്റ് എല്ലാ സെറ്റിന്റെയും എന്താണ് സബ്സെറ്റ് ആണ്. ഈ 2 പോയിന്റ് നിങ്ങൾ ഇതിനകത്ത് ഓർത്തിരിക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോപ്പർ സബ്സെറ്റ് എന്താണ്, ഇംപ്രോപ്പർ സബ്സെറ്റ് എന്താണ് എന്നാണ്. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക്ക് പ്രോപ്പർ സബ്സെറ്റ്. ഓക്കെ, എ നോട്ട് ഈക്വൽ ടു ബി, എയും ബിയും തുല്യമല്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രോപ്പർ സബ്സെറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതർവൈസ് ഇംപ്രോപ്പർ സബ്സെറ്റ്. അപ്പൊ എന്താണ് പ്രോപ്പർ സബ്സെറ്റ്? എയും ബിയും എന്താണ് തുല്യമല്ല എങ്കിൽ, ഇപ്പൊ നമ്മൾ കണ്ടാണ് തുല്യമാണെങ്കിൽ പരസ്പരം എന്താണ് സബ്സെറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അത് ഇംപ്രോപ്പർ ആണ്. തുല്യമല്ല എങ്കിൽ എന്താണ് അത് പ്രോപ്പർ ആണ്. ജസ്റ്റ് നമ്മളൊരു ടേം അത്രേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, എ സമം എന്താണ് 1,2,3, ബി സമം എന്താണ് 2,3,4,5. ഓക്കെ, ഇവിടെ എ എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട്? 3 പേരുണ്ട്. ബി എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5 5 പേരുണ്ട്. ഓക്കെ, എയും ബിയും സെയിം ആവില്ല. 3 പേരും 5 പേരേ ഉള്ളൂ. സോ എ നോട്ട് ഈക്വൽ ടു ബി ആണ് ഇവിടെ. അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് നോൺ ആസ് പ്രോപ്പർ സബ്സെറ്റ്. ക്ലിയർ? ബട്ട് ഇങ്ങനെയാണ് വിചാരിക്കും, ബി സമം 2, 1, 3. ഇപ്പൊ ഇവിടെ വരുമ്പോ എന്താണ് എയും ബിയും സെയിം ആയി, എ ഈക്വൽ ടു ബി. ഇങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് നോൺ ആസ് ഇംപ്രോപ്പർ സബ്സെറ്റ്. ഒരു ടേം ആണ്, നമ്മൾ സബ്സെറ്റിൽ തന്നെ 2ആയിട്ട് തിരിച്ചിരിക്കുന്ന ഒരു ടേം ആണ്. അപ്പൊ നമ്മുടെ സബ്സെറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ പവർ സെറ്റിലേക്ക് കിടക്കാം. പവർ സെറ്റ് എന്താണ് സാർ? പവർ സെറ്റ് ഒരു പവർ ഉണ്ടാവും, നോക്കാം. എ സമം സെറ്റ് എ, ബി. ഞാൻ നിങ്ങളോട് ഇതിന്റെ എല്ലാ സബ്സെറ്റുകളും എഴുതാനായിട്ട് പറഞ്ഞു എന്ന് വിചാരിക്കും. നിങ്ങൾ എഴുതുന്നത് എന്തായിരിക്കും? ഒരു ഈക്വൽ ടു ഇട്ടിട്ട് നിങ്ങൾ എഴുതുന്നത് ഒന്ന് നൾ സെറ്റ് എഴുതും. ഓക്കെ, പിന്നെ ഓരോരുത്തരും എഴുതും എ, ബി. കഴിഞ്ഞു. 2 എഴുതാൻ പറ്റില്ല, കാരണം അത് തന്നെയാണ്. സോ അതും എഴുതി. എന്നിട്ട് സാറ് പറഞ്ഞു ഇതിനകത്ത് എത്ര പേരുണ്ട്? 1, 2, 3, 4 പേരുണ്ട്. എന്നിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു എങ്ങനെയാണ് ഈ 4 കിട്ടുന്നത്. ഇതിനകത്ത് എത്ര പേരുണ്ട്? 4 നോക്കണം. എത്ര പേരുണ്ട്? 2 പേര്. 2n that is equal to 2 is equal to 4. പക്ഷെ ഞാൻ ഇവിടെ ഒന്നും എഴുതിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ലെഫ്റ്റ് സൈഡിൽ ഞാനൊന്നും എഴുതിയില്ല. ഇങ്ങനെ ഒരു സെറ്റിന്റെ എല്ലാ സബ്സെറ്റുകളും നമ്മൾ പെരക്കി കൂട്ടി ഇങ്ങനെ എഴുതിയാ അതൊരു സെറ്റിനകത്താണല്ലോ. കണ്ടോ, ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പവർ സെറ്റ്. എന്താണ് പവർ സെറ്റ്? അപ്പൊ ഒരു സെറ്റിന്റെ എല്ലാ സബ്സെറ്റുകളെയും ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് പവർ സെറ്റ്. അപ്പൊ അതിനൊരു നൊട്ടേഷൻ വേണ്ടേ? എങ്ങനെ നമ്മൾ സൂചിപ്പിക്കും? പവറിന്റെ പി ഓഫ് എ. ക്ലിയർ ആണോ? സോ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ പി ഓഫ് എ. എന്താണ് പവർ സെറ്റ്? ദ സെറ്റ് ഫോംഡ് by all the subset of a set is called power set. അതായത് ഒരു സെറ്റിന്റെ എല്ലാ സബ്സെറ്റുകളെയും ചേർത്ത് ഒരു സെറ്റ് ഉണ്ടായാൽ ആ സെറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പവർ സെറ്റ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ, if it is set is A, then it is denoted by P of A. Clear? Then എൻ്റെ നമ്പർ എന്തുണ്ടാവും? 2n. ഇത്രയും പേരാണ് അതിനകത്ത് നമ്പർ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, ഇനിയൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സപ്പോസ് എ സമം 4, 5, 6. നമ്മൾ ഇതിന്റെ പി ഓഫ് എ എഴുതണം. നോക്കാം നമുക്ക് എന്തൊക്കെ നൾ സെറ്റ് വരും. ആക്ച്വലി എത്ര എണ്ണം വരും?
2�3 എന്ന് പറഞ്ഞാൽ 8 8 കാണണം. ഇപ്പൊ നൾ സെറ്റ് എഴുതി, പിന്നെ ഓരോ എലമെന്റും എഴുതാം. 4 5 6 ദെൻ ഇങ്ങനെ ഡബിൾ ആക്കി എഴുതാം. 4,5 4,6 5,6 തിരിച്ച് 6,5 എന്ന് എഴുതരുത്, അത് രണ്ട് സെയിം ആണ്. ഓക്കെ, ഇപ്പൊ എത്രയായി? 1 2 3 4 5 6 7 ഇനി ഒരെണ്ണം അവിടെ ഉള്ളൂ, അത് ഇത് തന്നെയാണ്, കോമ എ. ഐദർ വി ക്യാൻ റൈറ്റ് എ ഓർ 4 5 6 എന്ന് എഴുതാം. ഓക്കെ, എ എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇത് ഇത്ര എഴുതേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണോ? അപ്പൊ എത്ര പേരുണ്ട്? 8 പേരുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? 2n വേറെ n is equal to എന്താണ്? 3. 3 പേരാണ് ഇവിടെ ഉള്ളത്, അതാണ് n എന്ന് ഉദ്ദേശിക്കുന്നത്. സോ 2�3 is equal to 8. 8 ആളുകളാണ് ഈ പറയുന്ന എയുടെ പവർ സെറ്റിൽ ഉള്ളത്. അപ്പൊ ഇത് നമുക്കൊരു ഫോർമുല കിട്ടിയാണ്. നമ്പർ ഓഫ് പി ഓഫ് എ is equal to 2 number of a. This is the formula. ഒരു പവർ സെറ്റിലെ ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് പവർ സെറ്റ് is equal to 2 number of a. Clear ആണോ? So this is the one of the equation. ഇനി നമുക്ക് അടുത്തൊരു സെറ്റിലേക്ക് നോക്കാം. കമ്പാരബിൾ സെറ്റ്. കമ്പാരബിൾ സെറ്റ്സ്. എന്താണ് കമ്പാരബിൾ സെറ്റ്സ്? എ സബ്സെറ്റ് ഓഫ് ബി ഓർ ബി സബ്സെറ്റ് ഓഫ് എ. ഒന്നില്ലെങ്കിൽ എ ബിയുടെ സബ്സെറ്റ് ആവണം, അല്ലെങ്കിൽ ബി എന്താണ് എയുടെ സബ്സെറ്റ് ആവണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഇത്തരം സബ്സെറ്റുകളെ കമ്പാരബിൾ സബ്സെറ്റ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, എ സമം 1,2, ബി സമം എന്താണ് 1,2, 4,5. വെരി ഈസി ആണത്. എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി. എന്തെങ്കിലും ഒന്ന് മതി. ഒന്നില്ലെങ്കിൽ ബി എയുടെ ആവണം, അല്ലെങ്കിൽ എ എന്താണ് ബിയുടെ ആവണം. സോ എ സബ്സെറ്റ് ഓഫ് ബി ആണ്, അതുകൊണ്ട് ഇത് എന്താണ് കമ്പാരബിൾ സെറ്റ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി ചോദ്യം വരാം. സപ്പോസ് ആർ എ ഇസ് ഇക്വൽ ടു 2 3 ആണ്, ബി സമം 3 2 ആണ്. ശരിയാണ്, എ ഇത് സബ്സെറ്റ് ഓഫ് ബി കമ്പാരബിൾ ആണ്. അതുപോലെ തിരിച്ചു ആണല്ലോ, ബി ഇസ് സബ്സെറ്റ് ഓഫ് എ, അപ്പോഴും കമ്പാരബിൾ ആണ് സാർ. അതെ. അപ്പൊ എല്ലാ ഈക്വൽ സെറ്റ്സും കമ്പാരബിൾ ആണ്, പക്ഷെ എല്ലാ കമ്പാരബിൾ സെറ്റും ഈക്വൽ അല്ല. അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആവട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. സപ്പോസ് സബ്സെറ്റ് എഴുതാനാണ് എ സമം നൾ സെറ്റ്. നിങ്ങളോട് ഇതിന്റെ എല്ലാ സബ്സെറ്റുകളും എഴുതാൻ പറയുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, നൾ സെറ്റിന്റെ ഓർഡർ എന്താണ്? 0. അപ്പോൾ എത്ര പേരുണ്ടാവും? 2�0 എന്ന് പറഞ്ഞാൽ 0 വന്നു കഴിഞ്ഞാൽ 1 ആണ് ആൻസർ. ഏതൊരു സംഖ്യയുടെ മീതെ 0 വന്നാൽ 1 ആണ്. സോ ഒരാളെ ഉണ്ടാവുള്ളൂ, അതായത് ഇത് തന്നെയാണ്. പവർ ഓഫ് എ ഇസ് ഈക്വൽ ടു നൾ സെറ്റ്, ഓൺലി നൾ സെറ്റ്. ക്ലിയർ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, എ സമം 1,a. 1,a. ഇപ്പൊ ഇതിന്റെ എല്ലാ പവർ സെറ്റും എഴുതണം. ഇസ് ഈക്വൽ ടു സെറ്റ് നൾ സെറ്റ് ഉണ്ട്, പിന്നെ സെറ്റ് 1 ഉണ്ട്, സെറ്റ് എ ഉണ്ട്, പിന്നെ എന്താണ് അതുണ്ട്. അങ്ങനെ തന്നെ 4 പേര്. ക്ലിയർ? സോ ഇനി നിങ്ങൾക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യുക. ചോദ്യം ഇതാണ്, പവർ സെറ്റ് എഴുതാണ്. പവർ സെറ്റ് എഴുതുക. സെറ്റ് ബി കോമ സി. അടുത്ത ക്വസ്റ്റ്യൻ എ കോമ ബി കോമ സി. ഇതിന്റെയൊക്കെ പവർ സെറ്റുകൾ, അതായത് എല്ലാ സബ്സെറ്റുകളും നിങ്ങൾ എന്താണ് എഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ എ കോമ ബി കോമ സി കോമ ഡി. 4 തന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എ സമം 1 2 3 5, ബി സമം 1 2 3, സി സമം
1, 2, 5. ഇത്രയും നിങ്ങൾക്ക് തന്നെ എ ബി സി തന്നേക്കാണ്. അതിനകത്ത് ചോദ്യം ഇതാണ്, എക്സ് ഇസ് ദ സബ്സെറ്റ് ഓഫ് എ, എക്സ് നോട്ട് ദ സബ്സെറ്റ് ഓഫ് ബി. അതായത് നിങ്ങളൊരു സെറ്റ് കണ്ടുപിടിക്കണം, അത് എയുടെ സബ്സെറ്റ് ആയിരിക്കണം, എന്നാൽ ബിയുടെ ആവാനായിട്ട് പാടില്ല. രണ്ടാമത്, എക്സ് ഇസ് ദ സബ്സെറ്റ് ഓഫ് എ, എക്സ് ഈസ് ദ നോട്ട് ദ സബ്സെറ്റ് ഓഫ് സി. നിങ്ങൾ കണ്ടുപിടിക്കുന്ന സെറ്റിനകത്ത് എയുടെ സബ്സെറ്റ് ആയിരിക്കണം, പക്ഷെ സിയുടെ ആവാൻ പാടില്ല. ആൻഡ് 3, എക്സ് ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് എക്സ് നോട്ട് ഈക്വൽ ടു ബി, എക്സ് നോട്ട് ദ സബ്സെറ്റ് ഓഫ് സി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയുടെ സബ്സെറ്റ് ആകണം, പക്ഷെ ബിക്ക് ഈക്വൽ ആവരുത്, അതുപോലെ സിയുടെ സബ്സെറ്റും ആവരുത്. നാലാമത്തത്, എക്സ് ഇസ് എ സബ്സെറ്റ് ഓഫ് എ, എക്സ് ഇസ് എ സബ്സെറ്റ് ഓഫ് ബി, എക്സ് ഇസ് എ സബ്സെറ്റ് ഓഫ് സി. 3 പേരുടെയും സബ്സെറ്റ് ഏതാണെന്ന് നോക്കിയിട്ട്, കോമൺ ആയിട്ട് നോക്കിയിട്ട് അത് കണ്ടുപിടിച്ച് അത് എഴുതുക. ഓക്കെ, ക്ലിയർ? സോ ഇത്രയാണ് നിങ്ങൾക്ക് തരുന്ന പ്രാക്ടീസ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ നമ്മുടെ ഈ പറയുന്ന വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സുകളിൽ റെക്കോർഡ് ക്ലാസ്സുകൾ കണ്ട് വീട്ടിലിരുന്ന് പഠിക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക, 9747977418. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആൾജിബ്ര ഓഫ് സെറ്റ്സ് ഉപയോഗിച്ചിട്ട് വെൻ ഡയഗ്രാംസ്, അതായത് ഇങ്ങനെ വെൻ ഡയഗ്രാംസ് വരയ്ക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. താങ്ക് യു.